ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഡെയിലി കുക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ ഡെയിലി റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എന്തൊക്കെ റെസിപ്പി ഉണ്ടെന്ന് കാണാം. നമുക്ക് സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു പൈനാപ്പിൾ കറി ഉണ്ട്, ക്യാബേജ് തോരൻ ഉണ്ട്, പിന്നെ വഴുതനങ്ങയുടെ ഒരു ഫ്രൈ ഉണ്ട്, പിന്നെ നമുക്ക് സൈഡിൽ കുറച്ച് മാംഗോസ് ഉണ്ടായിരുന്നു, അപ്പോൾ മാങ്ങയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ റെസിപ്പിക്ക് വേണ്ട എല്ലാ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റെഡിയാക്കിയാൽ നമുക്ക് വെറുതെ എളുപ്പത്തിൽ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ പൈനാപ്പിൾ കറീന് പൈനാപ്പിൾ ഉണ്ട്, വഴുതനങ്ങ സ്ലൈസ് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ക്യാബേജ് തോരന് ക്യാബേജ് ഇങ്ങനെ നല്ലോണം നുറുക്കി വെച്ചിട്ടുണ്ട്, തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട്, പിന്നെ ഉള്ളത് ഉള്ളി ഉണ്ട്, കറിവേപ്പില ഉണ്ട്, 2 അല്ലി വെളുത്തുള്ളി ഉണ്ട്, പിന്നെ 2 പച്ചമുളകും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി റെസിപ്പി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് വഴുതനങ്ങയ്ക്കുള്ള മസാല റെഡിയാക്കാനുള്ളതാണ്. അപ്പോൾ മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ചാണ് കേട്ടോ. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാനിവിടെ ഒരു 1/4 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയോ ഇട്ടിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ നമ്മൾ കടലമാവ് ആഡ് ചെയ്യുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. കടലമാവ് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കൊറിയാണ്ടർ പൊടി, മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, അതൊരു 1/2 സ്പൂൺ ചേർക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്, കുക്കിംഗ് ഓയിൽ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം ഇത്തിരി ലേസും വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പേസ്റ്റ് എടുത്ത് നമുക്ക് ഈ വഴുതനങ്ങയിൽ നല്ലോണം 2 സൈഡും കോട്ട് ചെയ്ത് കൊടുക്കാം. 2 സൈഡും നല്ലപോലെ മീനിനൊക്കെ പരട്ടൂലേ, മീൻ വറുക്കാനായിട്ട്, അതേമാതിരി നല്ലോണം പുരട്ടി നമ്മൾ ഫസ്റ്റ് ആദ്യം ഇത് ചെയ്ത് വെക്കുമ്പോൾ ഇത് കുറേ നേരം അങ്ങനെ മാരിനേറ്റായി ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നമുക്ക് അടുത്ത റെസിപ്പിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്തത് ക്യാബേജ് തോരനാണ്. ക്യാബേജ് തോരന് ഒരു പാത്രം എടുത്ത് ക്യാബേജ് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്നത് എടുത്ത് അതിലേക്ക് ചെറിയ ഉള്ളി, കരിവേപ്പില, പച്ചമുളക് കീറിയത് ഇതെല്ലാം കൂടി ഒന്നിച്ച് ആക്കാം. പിന്നെ അതിൽ തന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോണത് ഒരു 1/2 കപ്പ് തേങ്ങയാണ്, ചെറിയ തേങ്ങ. പിന്നെ ആഡ് ചെയ്യാൻ പോണത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് ഇതേപോലെ എരിവിനനുസരിച്ചാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി നല്ലോണം കൈവച്ച് തിരുമ്മണം. സ്പൂൺ വയ്ക്കാണ്ടല്ല, നമ്മൾ നല്ലോണം കൈവച്ച് തിരുമ്മുമ്പോൾ തന്നെ അതിൽ നിന്ന് കുറച്ച് അതിനുള്ള വെള്ളത്തിൽ തന്നെ അത് നല്ലോണം മിക്സ് ആവും. എന്നിട്ട് അത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അത് മാരിനേറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്ക് അടുത്തത് പൈനാപ്പിൾ കറിക്ക് വേണ്ട പൈനാപ്പിൾ ഇങ്ങനെ ചെറിയ സ്ലൈസസ് ആക്കി വെക്കാം. ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കണേ. അപ്പോൾ നമ്മൾ ചെറിയ സ്ലൈസസ് ആക്കി ഇങ്ങനെ തിന്നായിട്ട് സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളകിൻ്റെ ആ കുരുവൊക്കെ നമുക്ക് പുറത്ത് വരാണ്ടിരിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ എരിവ് നമുക്ക് കിട്ടും, അതേപോലെ പച്ചമുളക് ഒടിയാണ്ട് അതിൻ്റെ കുരുവെല്ലാം പുറത്ത് വരാണ്ടിരിക്കും. പിന്നെ പച്ചമുളക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മതി, 1/4 സ്പൂൺ മുളക് പൊടി, ഉപ്പ്. ഇതെല്ലാം കൂടി കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കുക. അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല. പാകത്തിന് പൈനാപ്പിൾ മുങ്ങുന്ന വരെ മാത്രം വെള്ളം ഒഴിച്ച് നമ്മൾ നല്ലപോലെ അടച്ച് വെച്ച് വേവിക്കാൻ വെക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് മൂടി വേവിക്കാൻ വെക്കാം.
ഇപ്പോൾ നമുക്ക് പൈനാപ്പിൾ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഒരു മിക്സി ജാറിൽ 1/2 കപ്പ് തേങ്ങ എടുക്കുക. തേങ്ങ നല്ലോണം ചിരകി വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് 1/2 കപ്പ് അതിടുക. പിന്നെ ഒരു സ്പൂൺ ജീരകം, നല്ല ജീരകം, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, 3 അല്ലി ചെറിയ ഉള്ളി, 1 അല്ലി വെളുത്തുള്ളി, 1/2 സ്പൂൺ അല്ലെങ്കിൽ 1/4 സ്പൂൺ മതി മഞ്ഞൾപ്പൊടി. ഇത് ഉലുവപ്പൊടിയാണ്. അത് ഒരു 2 പിഞ്ച് മതി. അതാണ് ഏറ്റവും നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് നല്ലോണം കട്ട തൈരെടുത്ത് ഇങ്ങനെ കട്ടയില്ലാണ്ട് അടിച്ച് നല്ലോണം വെക്കാം. നല്ലോണം അടിച്ച് വെക്കുമ്പോൾ അത് അടിച്ച് വെച്ചേക്കണം. പിന്നെ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടോ നോക്കുക. പൈനാപ്പിൾ നല്ലോണം വെന്തിട്ടുണ്ടോ നോക്കിയിട്ട് നമുക്ക് ഈ അരപ്പൊക്കെ എടുത്ത് അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ, നമുക്ക് പാകത്തിന് ഇപ്പം ഉണ്ട്. അപ്പോൾ ഇത് മതിയാവും. ഇപ്പം അരപ്പ് ഒഴിച്ചിട്ട് ഇതിൽ മിക്സി ജാറിൽ അങ്ങനെ കഴുകിയ ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി. മിക്സി ജാർ കഴുകിയ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് തള വരണ വരെ മാത്രം ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഓഫാക്കണം. ഓഫാക്കിയിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അത് പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ആ ചൂടിൽ തന്നെ വെക്കുമ്പോൾ ചിലപ്പോൾ തൈര് പിരിയാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തിട്ട്, അത്രയും ചൂട് മതി, നമുക്ക് ഇളക്കി കൊടുത്തിട്ട് അത് മാറ്റി വെക്കാം. ഇപ്പോൾ പൈനാപ്പിൾ കറി നല്ല പാകത്തിനുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിളിൽ കാച്ചി വെക്കാം. കാച്ചാൻ നമുക്ക് എപ്പോഴും പോലെ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഉളുത്തം പരിപ്പ്, ഒരു വറ്റൽമുളക്, പിന്നെ കറിവേപ്പില, ഇത്രയും കൂടി കാച്ചിട്ട് നമുക്ക് കറിയിൽ ഇട്ട് കൊടുത്താൽ പൈനാപ്പിൾ കറി റെഡിയാണ്. അപ്പോൾ പൈനാപ്പിൾ കറി നമുക്ക് റെഡിയായി. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അടുത്ത 2 ഡിഷസും നമുക്ക് സൈഡ് ബൈ സൈഡ് ചെയ്താൽ അതിന് വേഗം പണി കഴിയും. അപ്പോൾ ആദ്യം ഒരു പാൻ വെക്കുക. പാനിൽ എണ്ണ ഒഴിച്ച് നമ്മൾ മീൻ വറുക്കണ പോലെ തന്നെ ഈ വഴുതനങ്ങ പീസസ് എടുത്ത് ഓരോന്നായിട്ട് നമുക്ക് പാനിൽ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി അടുത്തത് ക്യാബേജ് തോരന് പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ഒഴിക്കണ്ട കേട്ടോ, അങ്ങനെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഒട്ടും വെള്ളം ഒഴിക്കണ്ട. അതിൽ തന്നെ കുറച്ച് വെള്ളം ഓൾറെഡി വന്നിട്ടുണ്ടാവും നമ്മൾ കൈ കൊണ്ട് തിരുമ്പുമ്പോൾ തന്നെ. അപ്പോൾ അതിൽ തന്നെ അത് ഇരുന്ന് നല്ലോണം കുക്കായി വരും. അപ്പോൾ അധികം വെള്ളം കൊടുക്കണ്ട. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പോൾ അതിൽ തന്നെ നല്ലോണം വെന്നോളും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ക്യാബേജ് തോരൻ. സാധാരണ ആർക്കും അത്ര ഇഷ്ടമില്ലാത്ത ഒരു തോരനാണ്, പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് വഴുതനങ്ങ ഒരു സൈഡ് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സൈഡ് മറിച്ചിടാം. അപ്പോൾ വഴുതനങ്ങ അടുത്ത സൈഡ് മറിച്ചിട്ടും അതും റെഡിയാവും. സൈഡ് ബൈ സൈഡ് ഈ തോരനും റെഡിയായി.
അപ്പോൾ നമുക്ക് നല്ലൊരു മീൽസ് സിമ്പിളായിട്ടുള്ള ഒരു ഊണ് റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. താങ്ക് യു.